BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. നമസ്കാരം. M5 ലൈവിലേക്ക് സ്വാഗതം. രാജ്യത്തെ അണക്കെട്ടുകളുടെ സുരക്ഷ വിമാനത്താവളങ്ങളിലെ പോലെ അർദ്ധസൈനിക വിഭാഗമായ വ്യവസായ സുരക്ഷാ സേനയെ ഏൽപ്പിക്കുന്ന കാര്യം കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഇത് സംബന്ധിച്ച പ്രാഥമിക ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞതായാണ് സൂചന. ഇപ്പോൾ അണക്കെട്ടുകളുടെ സുരക്ഷ ഏൽപ്പിച്ചിരിക്കുന്നത് അതത് സംസ്ഥാനങ്ങളിലെ പോലീസ് സേനയെ തന്നെയാണ്. പാകിസ്ഥാൻ ആസ്ഥാനമായ ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബ പാക് അധിനിവേശ കാശ്മീരിലെ മംഗള അണക്കെട്ടിൽ ജലഭീകരതയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഭീകരർക്ക് പരിശീലനം നൽകുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് ഈ നടപടി. സിന്ധു നദീജല കരാർ റദ്ദാക്കുകയും പാകിസ്ഥാന് പല പ്രദേശങ്ങളിലും വെള്ളം കിട്ടാതാവുകയും ചെയ്തിരുന്നു. ബ്രഹ്മപുത്രയിൽ പുതിയ അണക്കെട്ടിന്റെ നിർമ്മാണം ഭാരതം ശക്തമാക്കുകയും പാകിസ്ഥാനെ പല രീതിയിലും കൃഷിയിലും കുടിവെള്ളത്തിലും ഇത് ബാധിക്കുകയും ചെയ്തു. ഭാരതത്തിലെ അണക്കെട്ടുകളിൽ ആക്രമണം നടത്താനുള്ള സാധ്യത ഇന്റലിജൻസ് വിഭാഗവും മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണത്തിന് മുമ്പ് കസബിനും സംഘത്തിനും പരിശീലനം നൽകിയ അതേ മംഗള ഡാമിൽ തന്നെയാണ് ലഷ്കർ ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. 100-നും 150-നും ഇടയിൽ ഭീകരർക്കാണ് ഇപ്പോൾ വെള്ളത്തിൽ പരിശീലനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക അടുത്തിടെ ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തോയ്ബ നേതാവ് ഹാരിസ് ദാർ ആണ് ഇതിന്റെ ചുമതല വഹിക്കുന്നത്. ഹൈസ്പീഡ് ബോട്ട് ഓടിക്കൽ, സ്കൂബ ഡൈവിംഗ്, രക്ഷാപ്രവർത്തനത്തിന്റെ മറവിലുള്ള ആക്രമണം, കരാട്ടെ പരിശീലനം, വെള്ളത്തിൽ മണിക്കൂറുകളോളം നിൽക്കാനും ആയുധങ്ങൾ ഉപയോഗിക്കാനുമുള്ള പരിശീലനം തുടങ്ങിയവയും നടക്കുന്നുണ്ട്. വെള്ളവും രക്തവും ഒന്നിച്ചൊഴുകാനാവില്ല എന്ന നരേന്ദ്രമോദിയുടെ ശക്തമായ നിലപാടാണ് വാട്ടർ ടെറർ അഥവാ ജലഭീകരതയ്ക്ക് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്നത്. ലഷ്കർ മേധാവി ഹാഫിസ് സയ്യിദിന്റെ മകൻ തൽഹ സയ്യിദിന്റെ നിയന്ത്രണത്തിലാണ് ഈ പരിശീലനം നടക്കുന്നത് എന്നാണ് സൂചന. ഇതിനിടെ പഹൽഗാം ഭീകരാക്രമണ കേസിൽ ഗൂഢാലോചന നടത്തിയതിന് മുഖ്യ സൂത്രധാരൻ എന്ന നിലയിൽ ഹാഫിസ് സയ്യിദിനെതിരെ NIA കുറ്റപത്രം സമർപ്പിച്ചിട്ടുമുണ്ട്. മുഖ്യ സൂത്രധാരൻ, ആക്രമണം നടത്തിയ ലഷ്കർ പോഷക സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് മേധാവി എന്നീ നിലകളിലാണ് ജമ്മു കോടതിയിൽ ഹാഫിസ് സയ്യിദിനെ പ്രതിയാക്കി NIA കുറ്റപത്രം നൽകിയത്. പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് ആക്രമണം ആസൂത്രണം ചെയ്യുകയും അതിൻ്റെ നടത്തിപ്പ് നേരിട്ട് നിരീക്ഷിക്കുകയും ചെയ്തു എന്നാണ് NIAയുടെ കണ്ടെത്തൽ. ഇതിനാവശ്യമായ ശാസ്ത്രീയ ഫോറൻസിക് തെളിവുകളും സാങ്കേതിക വിവരങ്ങളും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ സമർപ്പിച്ച 1597 പേജുള്ള പ്രധാന കുറ്റപത്രത്തിന്റെ തുടർച്ചയായാണ് പുതിയ കുറ്റപത്രം നൽകിയിട്ടുള്ളത്. നിർണായക ഡിജിറ്റൽ സാങ്കേതിക രഹസ്യാന്വേഷണ തെളിവുകൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാശ്മീരിലെ ഭീകരാക്രമണങ്ങൾക്കും ഭീകരവാദ ഫണ്ടിങ്ങിനും നേതൃത്വം നൽകിയതായി കുറ്റപത്രത്തിൽ പരാമർശം ഉണ്ട്. ഭീകരവിരുദ്ധ വകുപ്പുകൾക്ക് പുറമെ ഭാരതത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കൽ, അതിർത്തിക്ക് അപ്പുറത്തിരുന്നുള്ള ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തിയിട്ടുണ്ട്. വിപുലമായ ശാസ്ത്രീയ അന്വേഷണ തെളിവുകളുടെയും ഡിജിറ്റൽ തെളിവുകളുടെയും പിൻബലത്തിൽ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് പൂർണ്ണമായി തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഭാരതത്തിൽ നടക്കുന്ന മിക്ക ഭീകരാക്രമണങ്ങളിലും ഗൂഢാലോചനകളിലും മലയാളികളുടെ സാന്നിധ്യം കേരളത്തിന് തന്നെ തലവേദനയാവുകയാണ്. 2008 56 പേരുടെ മരണത്തിനിടയാക്കിയ അഹമ്മദാബാദ് സ്ഫോടന പരമ്പര കേസിൽ 38 ഇന്ത്യൻ മുജാഹിദീൻ ഭീകരരെയും തൂക്കിക്കൊല്ലാൻ ഗുജറാത്ത് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. പ്രത്യേക വിചാരണ കോടതി ഇവർക്ക് വിധിച്ച വധശിക്ഷയാണ് ഹൈക്കോടതി ശരിവെച്ചത്. 11 പ്രതികളുടെ ജീവപര്യന്തവും ഹൈക്കോടതി ശരിവെച്ചു. വധശിക്ഷയ്ക്ക് ശിക്ഷിക്കപ്പെട്ടവരിൽ 3 പേർ മലയാളികളാണ്. ഈരാറ്റുപേട്ട സ്വദേശികളായ സഹോദരന്മാരായ ഷിബിലി, ഷാദുലി, മലപ്പുറം സ്വദേശി ഷറഫുദ്ദീൻ എന്നിവരാണ് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളികൾ. ആലുവ സ്വദേശി മുഹമ്മദ് അൻസാറാണ് ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട മറ്റൊരു മലയാളി. വാഗമൺ സിമി ക്യാമ്പിൽ പങ്കെടുത്തവരാണ് ഷിബിലിയും ഷാദുലിയും. അഹമ്മദാബാദ് ഭീകരാക്രമണത്തിന്റെ പ്രാഥമിക ഗൂഢാലോചന നടന്നത് വാഗമണിലാണ് എന്നാണ് വ്യക്തമാകുന്നത്. ഇതിനിടെ ദക്ഷിണ ഭാരതത്തിൽ IS സാന്നിധ്യം ഉറപ്പിക്കാൻ ലക്ഷ്യമിട്ട് പ്രവർത്തിച്ച അൽഹിന്ദ് ഭീകര ഗൂഢാലോചന കേസിൽ മുഖ്യപ്രതിക്ക് 7 വർഷം പിഴയും വിധിച്ചു. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ മുഹമ്മദ് ഹനീഫ് ഖാനെയാണ് കോടതി ശിക്ഷിച്ചത്. മറ്റ് 20 പ്രതികൾക്കെതിരായ വിചാരണ തുടരുകയാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുമായി യുവാക്കളെ റിക്രൂട്ട് ചെയ്ത് ദക്ഷിണേന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. കർണാടകത്തിലെ ചാമരാജനഗർ ജില്ലയിലെ ശിവനെ സമുദ്ര, ഗുണ്ടൽപെട്ട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ഒളിത്താവളങ്ങൾ നിർമ്മിക്കാനും പരിശീലനം നൽകാനും ഇവർ ശ്രമം നടത്തിയിരുന്നു.
ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന സംശയത്തെ തുടർന്ന് യഥാർത്ഥ ഉടമകളല്ലെന്ന് കണ്ടെത്തിയ കേരളത്തിലെ 4.5 ലക്ഷം മൊബൈൽ നമ്പറുകൾ ടെലികോം മന്ത്രാലയം റദ്ദാക്കി. സഞ്ചാർ സാഥി പോർട്ടലിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. മറ്റുള്ളവരുടെ രേഖകൾ ഉപയോഗിച്ച് ഭീകര സംഘടനകളും സൈബർ തട്ടിപ്പുകാരും ഉപയോഗിക്കാൻ ഇടയുണ്ട് എന്ന സംശയവും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.